MA ഹിസ്റ്ററി സബ്ജക്റ്റിൻ്റെ തേർഡ് സെമ്മിൻ്റെ പാർട്ടായ പെർസ്പെക്റ്റീവ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന ടെക്സ്റ്റിലെ 3.2 ടോപ്പിക്കാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇൻഎക്സ്ട്രിക്കബിളി ലിങ്ക്ഡ്, മ്യൂച്വലി റീഇൻഫോഴ്സിംഗ് ആൻഡ് ഫണ്ടമെൻ്റലി കണക്റ്റഡ്. അഭേദ്യമായും അടിസ്ഥാനപരമായും ബന്ധപ്പെട്ടിരിക്കുന്നു, പരസ്പരം ശക്തിപ്പെടുത്തുന്നു. മനുഷ്യാവകാശങ്ങൾ പരസ്പരം ബന്ധിതവും പരസ്പരാശ്രിതവുമാണ്. അതായത് ഒരു അവകാശത്തിൻ്റെ ലംഘനം മറ്റുള്ളവയുടെ വിയോഗത്തിൽ ഒരു തരംഗപ്രഭാവം ഉണ്ടാക്കും. അതായത് ജീവിക്കാനുള്ള അവകാശം മതിയായ ഭക്ഷണവും ജീവിത നിലവാരവും ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതേസമയം പൊതു ഓഫീസിൽ പങ്കെടുക്കാനുള്ള അവകാശം അടിസ്ഥാന വിദ്യാഭ്യാസത്തിനുള്ള പ്രവേശനത്തെ ആശ്രയിച്ചിരിക്കുന്നു. കൂടാതെ സാമ്പത്തിക സാമൂഹിക അവകാശങ്ങളുടെ സംരക്ഷണം ഒരാൾക്ക് സ്വയം പ്രകടിപ്പിക്കുവാനും ഒത്തുചേരുവാനും മറ്റുള്ളവരുമായി സഹവസിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നു. ഇത് സിവിൽ, രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക അവകാശങ്ങളുടെ പൂരക സ്വഭാവം ഉയർത്തിക്കാട്ടുന്നു. ഇവയൊക്കെ മനുഷ്യൻ്റെ അന്തസ്സും സമഗ്രതയും ഉയർത്തിപ്പിടിക്കാൻ അത്യാവശ്യമാണ്. സുസ്ഥിരമായ സമാധാനവും വികസനവും കൈവരിക്കുന്നതിന് മനുഷ്യാവകാശങ്ങൾ പരസ്പരം തിരിച്ചറിയേണ്ടത് പ്രധാനമാണ്. 1993 വിയറ്റ്നാമിൽ നടന്ന മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ലോക സമ്മേളനത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഈ തത്വം വീണ്ടും ഉറപ്പിച്ചു. എല്ലാ മനുഷ്യാവകാശങ്ങളും സാർവത്രികവും അവിഭാജ്യവുമാണ്, പരസ്പരം ബന്ധിതവുമാണ്. അന്താരാഷ്ട്ര സമൂഹം മനുഷ്യാവകാശങ്ങളെ ആഗോളതലത്തിൽ ന്യായമായും തുല്യമായും ഒരേ നിലയിലും ഒരേ ഊന്നലോടെയും കൈകാര്യം ചെയ്യണം. ദേശീയ പ്രാദേശിക പ്രത്യേകതകളുടെ വിവിധ ചരിത്ര, സാംസ്കാരിക, മതപരമായ പശ്ചാത്തലങ്ങളുടെയും പ്രാധാന്യം കണക്കിലെടുക്കേണ്ട ആണെങ്കിലും രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക വ്യവസ്ഥകൾ പരിഗണിക്കാതെ എല്ലാ മനുഷ്യാവകാശങ്ങളും മൗലിക സ്വാതന്ത്ര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും രാഷ്ട്രങ്ങൾ ബാധ്യസ്ഥരാണ്. വിയന്ന പ്രഖ്യാപനവും കർമ്മ പരിപാടിയും. ന്യായവും തുല്യവുമായ പെരുമാറ്റത്തിൻ്റെ പ്രാധാന്യത്തിന് ഊന്നൽ നൽകുന്ന പ്രഖ്യാപനമാണ് വിയന്ന പ്രഖ്യാപനം. വിവേചനമില്ലായ്മയുടെ അടിസ്ഥാന തത്വത്തിന് ഇത് കാരണമാകുന്നു. ഈ തത്വം വ്യക്തികളോടും അവരുടെ സ്വഭാവ സവിശേഷതകളോടും സാഹചര്യങ്ങളോടും അല്ലെങ്കിൽ പശ്ചാത്തലം ഇവയൊക്കെ അടിസ്ഥാനമാക്കി യാതൊരു വിവേചനമോ പക്ഷപാതമോ ഇല്ലാതെ തുല്യമായ അന്തസ്സോടും ബഹുമാനത്തോടും കൂടി പെരുമാറുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമൂഹം, വ്യക്തി ഇവയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം വളർത്തിയെടുക്കുന്നതിന് പൂർണ്ണമായും സാക്ഷാത്കരിക്കുവാൻ കഴിയും. ഓക്കെ, താങ്ക് യു.